ഇവിടുത്തെ ചർച്ചയുടെ മർമ്മപ്രധാനമായ ഭാഗം, അഥവാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, അവൻ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിഫായി മാലയിൽ പറയുന്നു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ചതിക്കാനായി ഇബ്ലീസ് ചെന്നപ്പോൾ, ഇപ്പോൾ നീ എന്നെ തുടരുന്നു ചെന്നോ, തുടരാൻ വേണ്ടി പറഞ്ഞു. പിന്നെ അവൻ്റെ വകയിൽ അവൻ പറഞ്ഞു തുടർന്നു നോക്കി, അത് അവൻ്റെ വകയിൽ പറഞ്ഞതാണ്. അങ്ങനെ തുടർന്നാൽ ഇന്ന് ഞാൻ അവ്വൽ മഖാമിൽ എത്തിച്ചു തരാം എന്നാണ് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു അറിയിച്ചത്. ഇത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് വഹാബികൾ പറയുമ്പോൾ അതിനെതിരെ ആയത്തും ഹദീസും ഓതി അത് ഖുർആനിനെതിരല്ല, സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. ഇതാണ് നമ്മൾ അതിന് മറുപടിയായി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിവിടെ ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം, ഇതേ വിഷയം റിഫായി മാലയിൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ഇതേ കാര്യം മഹാനരായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖിനെ കുറിച്ച് ഈ അടുത്ത് ഒരു പാട്ടുകാരൻ പാടി. അപ്പോൾ നേരത്തെ റിഫായി മാലയെ എതിർത്തത് വഹാബിയാണെങ്കിൽ പുതിയ വഹാബികളായ AP സമസ്തക്കാർ അവർ വന്ന് ആ പാട്ടിനെ ചോദ്യം ചെയ്യുകയും അത് ഖുർആനിനെതിരാണ് എന്ന് പണ്ട് വഹാബി വാദിച്ചതുപോലെ വാദിക്കുകയും ചെയ്തു. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതും കൂടി കേട്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക്. നൗഷാദിന്റെ ഒരു പ്രസംഗമാണിത്. അപ്പോ ഇതില് ഇവൻ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇബിലീസിൽ കുടുങ്ങിയ AP സമസ്ത എന്നുള്ളതാണ്. ഇത് ഞാൻ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ വിഷയം, ഈ ഇബിലീസിന്റെ വിഷയങ്ങൾ ചർച്ചയായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആരിസ് മദീനെ മറുപടി ഏറ്റുന്നുണ്ട്. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ ഈ പ്രസംഗം തന്നെ ഒന്ന് കേട്ടു നോക്കിയത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ, മുജാഹിദ് നേതാവ് ഫൈസൽ മൗലവി അയാളുടെ ഒരു പ്രസംഗം കേൾപ്പിക്കുന്നുണ്ട്. മുജാഹിദുകൾ പറയുന്നത് പോലെ AP വിഭാഗവും പറയുന്നു എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് ഒരാളുടെ പാട്ടാണത്രേ. ആ പാട്ട് ഏതാ എന്നുള്ളത് ആരിസ് മദനി പറയുന്നുണ്ട്. ആരിസ് മദനിയുടെ വീഡിയോയിൽ അത് ഇവർ തന്നെ കേൾപ്പിക്കുന്നുണ്ട്. കമന്റുകൾ എഴുതുകയാണ്, വിശ്വാസികളുടെ പാവപ്പെട്ടവരുടെ ഈമാൻ കവർന്നെടുക്കുന്നു. ഇപ്പൊ പുതിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരും കൊടിയത് ചൂടും പോലെ വേണമെങ്കിൽ അവനെ പഴയതുപോലെയാകും. മടവൂർ ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാകും. എന്താ പാടിയത്? ഇബ്ലീസിനെ വേണ്ടി വന്നാൽ മടവൂര് പഴയതുപോലെയാക്കുമെന്നാണ്. മുമ്പ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. ആ ഇബ്ലീസിനെ വേണമെങ്കിൽ മടവൂരിനെ പഴയതുപോലെയാക്കി മലക്കുകളുടെ ഉസ്താദാക്കാൻ കഴിയും എന്ന ഒരു പാട്ടാണ്. എങ്ങനെയാണ് മടവൂരിന് അത് കഴിയുക? അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെതിരാണ്. അള്ളാഹു പറഞ്ഞതിനെതിരെ ഒരേ വാദം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാലയിൽ പറഞ്ഞതിനെ വഹാബി ഏത് രൂപത്തിലാണോ പറഞ്ഞത് അതേ രൂപത്തിൽ മടവൂർ ശൈഖിനെ കുറിച്ച് പറഞ്ഞ വേണ്ടി വന്നാൽ എന്നാണ് ആ പാട്ടിലുള്ളത്. വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും. അപ്പൊ ആ പാട്ടിനെ AP സമസ്തക്കാർ വിമർശിച്ചു എന്നല്ലാതെ കുഫറിന്റെ പാട്ടാണെന്ന് വരെ പറഞ്ഞു. സ്വാഭാവികമായും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ നേരത്തെ വഹാബികളെ എതിർത്തതുപോലെ ഇവരെ എതിർക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാം, ഈ കുടം കൗത്ത് കുടിക്കിട്ട് നായകൾ ഇങ്ങനെ ഓടും. അതേമാതിരി ഒരു അവസ്ഥയാണ് ഈ നൗഷാദിനുള്ളത്. ഇവ ആവശ്യമില്ലാത്തതിന് പോയിട്ട് തലട്ടതാണ്. അപ്പൊ തലയിൽ കുടുക്കി കിടക്കുക, എന്നിട്ട് ഊരാൻ പറ്റാതെ കുടുങ്ങിയതാണ്. അതാണ് ഇപ്പൊ ഈ ആരിസ് മദനിയുടെ വിഷയത്തിൽ പോയിട്ട് പെട്ടത്. ആരിസ് മദനി ആ പാട്ടുകാരനെതിരെ പറഞ്ഞു. അപ്പൊ ഇവ അങ്ങോട്ട് ചെന്നതാ. ഈ പാട്ടുകാരൻ വളരെയധികം ഡേഞ്ചറാണ്. ഈ പാട്ടുകാരനെ കുറിച്ച്, ഈ പാട്ടുകാരന്റെ അവസ്ഥയെ കുറിച്ച് ഇവന്റെ നേതാവ് കോമാടൻ അബ്ദുല്ലാനെ പറ്റി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അന്ന് കൊടുത്ത നിർദ്ദേശം കേൾക്കണം. കോമാടൻ അബ്ദുല്ല കഴിഞ്ഞ വീഡിയോയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് അതിന്റെ ക്ലിപ്പ്, അന്ന് കേൾപ്പിച്ചറിയാൻ. ഒരു പാട്ട് ഒരാൾ എഴുതി, അയാൾ ആരും ആട്ടെ, അത് പല സ്ഥാപനത്തിലും ബന്ധപ്പെട്ടിലും ഒക്കെ ഉള്ളവര് നമ്മളെ കാക്കണം നമ്മളെ ശൈഖോരെ എന്നുള്ള പാട്ടിനൊന്നുമല്ല, അതിനെക്കാട്ടിലൊക്കെ ഡിഗ്രി കൂടിയ പാട്ടാ. അങ്ങനത്തെ പാട്ടൊക്കെ പാടണവരും ശ്രദ്ധിക്കണം. ഓരോ പാട്ടും പാടണതിന് അതിനൊക്കെ അതിൻ്റെ ഒരു കണക്കുണ്ട്. ഖാസായി പ്രത്യേകമായുള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാവരും കേൾക്കുന്നിടത്ത് പോയി പാടരുത്. ഓരോ പാട്ടും ഓരോ പറച്ചിലിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ശൈഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ചില പാട്ടൊക്കെ. അപ്പൊ ഇത് ഇന്നാളെ ചെങ്ങായി പാട്ട് പാടിയപ്പോ ഇവന്റെ നേതാവ് പറഞ്ഞതാണ്. അപ്പൊ പക്ഷെ ഇത് ഈ പ്രസംഗം യൂട്യൂബിൽ നിന്ന് പേര് മുക്കിയിട്ടുണ്ട് കേട്ടോ. നൗഷാദും കമ്പനിക്കാരും ഇതൊക്കെ മുക്കായിരിക്കാൻ കഴിയില്ലല്ലോ. അത് മുക്കിയോണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ പ്രസംഗിച്ച് നടക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓന്റെ നേതാവ് അന്ന് പറഞ്ഞതാണ്. പിന്നെ ഈ ചെങ്ങായി മുമ്പ് പാടിയൊരു പാട്ടിനെ കുറിച്ച്, ഈ പാട്ടും അതേപോലെയുള്ള ഒരു പാട്ടാണ്. നമ്മൾ കേട്ടല്ലോ അല്ലെ, എത്രമാത്രം അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കി, നിങ്ങൾ തലി കെട്ടി താടി വെച്ച് ഒരു പണ്ഡിത വേഷത്തിൽ വന്നുകൊണ്ട് ഇബ്ലീസിനെ സ്വർഗത്തിലാക്കാൻ വേണ്ടി, ഇബ്ലീസിനെ മുസ്ലിമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്തൊരു തന്നെയാണ് അല്ലെ. ഇനി ഇവൻ ആരിസ് മദനിയുടെ പ്രസംഗം തന്നെ കേൾപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. താഴെയുള്ള സകല ശൈത്വാന്മാരും മുസ്ലിം ആകാൻ സാധ്യതയുണ്ട് എന്നാണ് എന്റെ വാദം. ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല, അത് മുഹാലാണ് എന്നാണ്. ഈ ചർച്ച പുരോഗമിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? അവന്റെ തൗഫീഖ് കുറവുകൊണ്ട് അത് ഒരിക്കലും സംഭവിക്കൂല. റെഡിയാണ്. എന്റെ വാദം എന്താണോ ആ വാദത്തെ വളരെ കൃത്യമായി നൗഷാദ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇബ്ലീസ് ഒരിക്കലും മുസ്ലിം ആവുക എന്നത് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് നൗഷാദ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ ചർച്ചയുടെ ഒരു ആവശ്യം പോലും ഇല്ല. സത്യത്തിൽ അത് പ്രാഥമികമായി ഈ വിഷയത്തിന്റെ ബേസിക് വിവരം പോലും താങ്കൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ താങ്കൾ പൊട്ടനായി അഭിനയിക്കുകയാണ്,
അല്ലെങ്കിൽ ആ വിഷയം മുഖ്മാഫി ആയിട്ട് തിരിഞ്ഞിട്ടില്ല. ഞാൻ ആരാണ് ഇവിടെ പൊട്ടനായിട്ട് അഭിനയിക്കുന്നത്? നൗഷാദല്ലേ? എനിക്ക് കാര്യങ്ങൾ അറിയായിട്ട് തിരിച്ചറിയായിട്ടല്ല. ആരിസ് മദനി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവന് തന്നെ പറയുന്നത് അതിന് നമ്മൾ കേൾക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരിക്കലും അത് സംഭവിക്കില്ല. എന്ത്? ഇബ്ലീസിന് മുസ്ലിം ആവാൻ കഴിയില്ല, അവന് അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ല. അപ്പോ ഇവൻ തന്നെ നൗഷാദ് തന്നെ പറയാം അത് ശരി തന്നെ അല്ലേ എന്ന്. ഈ നൗഷാദ് ചെയ്യുന്ന നോക്കാം നിങ്ങൾ, ജനങ്ങളെ കാപ്പളിപ്പിക്കാം. നോക്കാം നിങ്ങൾ, ഇത് ഏത് സാധാരണക്കാർക്കും ഇവന്റെ ഈ കാപ്പളിപ്പിക്കൽ മനസ്സിലാവും. നമ്മളെ പഠിച്ചോ കാത്തിരക്ഷിക്കട്ടെ ഇവൻ എന്നിട്ടോ. ഇനി ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മളതൊന്ന് വ്യക്തതയോടുകൂടി കേൾക്കണം. സാധാരണക്കാര് ഒക്കെ ഈ വീഡിയോ ഒന്ന് കാണണം. എത്രമാത്രം അപകടകര കാര്യമാണ് ഇവന്റെ ഈ വിഭാഗം. നോക്കി നിങ്ങൾ, ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് ശരിക്കും നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്താണ് ഈ വിഷയം എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. മുഖ്മാഫി ആയിട്ട് തിരിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല. അപ്പൊ ഇബ്ലീസിന് ഒരിക്കലും മുസ്ലിം ആവാന് തൗഫീഖ് ഇല്ല, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കൂല എന്ന് ഇവൻ പറഞ്ഞിട്ട് പിന്നെ ഇവൻ പറയും നോക്കാം നിങ്ങൾ, സംഭവിക്കൂല എന്ന് പറയുന്നതും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്ക്, ആളുകൾ കേൾക്കുന്നുണ്ട്. ശരിയാണ്, ആളുകൾ കേൾക്കുന്നുണ്ട്. സംഭവിക്കാൻ സാധ്യത ഇല്ല, ഇനി സാധ്യത ഉണ്ടാവുകയുമില്ല, അതിനാണ് മുഹാൽ എന്ന് പറയുന്നത്. സാധ്യത വന്നാൽ പിന്നെ അത് മുഹാലാവില്ല. സാധ്യത ഇല്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് താങ്കൾ കൊണ്ടുവരാം. സാധ്യത ഇല്ല എന്നോ ഇനി സാധ്യത ഉണ്ടാകൂല എന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ വാദം ഞാൻ സമ്മതിച്ചു എന്ന് പറയാം. ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല, രണ്ടും പറഞ്ഞിട്ടുണ്ട്. തൗഫീഖ് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. അപ്പൊ തൗഫീഖ് ഇല്ല, അതുകൊണ്ട് സംഭവിക്കൂല, വളരെ വ്യക്തമായിട്ട് പറയാം. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുന്ന ഇനി വിറ്റുണ്ട്, അത് കേട്ടൊക്കെ. തൗഫീഖ് ഇല്ലാത്ത കാലത്തോളം സംഭവിക്കൂല. സാധ്യതയുണ്ടോ എന്നും സാധ്യതയുണ്ട്. അതിനിടെ താങ്കളുടെ വാദത്തെ അംഗീകരിച്ച് താങ്കളുടെ ഭാഗം തന്നെ താങ്കൾക്ക് തിരിഞ്ഞിട്ടില്ലേ? സാധ്യത ഉണ്ടോ ഇല്ലേ എന്നതാണ് ചർച്ച. സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നു, സാധ്യത ഇല്ല മുഹാലാണെന്ന് താങ്കൾ പറയുന്നു. തൗഫീഖ് വേണം, അപ്പോഴേ അത് ഖാരിജിൽ, അതായത് ഈ ലോകത്ത് അത് സംഭവിക്കുള്ളൂ. ഉപ്പുകൾ, അതാ ഞാൻ അറബിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല. ഇനി അത് തിരിയാതെ പോകരുത്. താങ്കൾ പറഞ്ഞ വാദം ഞാൻ അംഗീകരിക്കണം. ഞാൻ പറയണം സംഭവിക്കാൻ സാധ്യതയില്ല, സാധ്യത പോലുമില്ല എന്ന് പറയും. സംഭവിക്കൂല തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ സാധ്യത നില. എന്തൊക്കെയാണ് ഇവന് പറയുന്നത് നോക്കി നിങ്ങൾ, എന്താ പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാവണില്ല. ഇനി വല്ല ബട്ടൂരികൾക്ക് മനസ്സിലാവുണ്ടോന്നാണ് ഈ പറയുന്നത്. ഒരിക്കൽ പറയാം, തൗഫീഖ് കുറവ് കൊണ്ട് ഒരിക്കലും ഇബ്ലീസിന് നന്നാവല് സംഭവിക്കൂല, അത് ശരി തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അയിമ കടന്നിട്ട് ഇങ്ങോട്ട് ഉരുണ്ടിട്ട് എന്നിട്ട് എത്ര സമയം മറുപടി കൊടുക്കേണ്ടി അറിയോ ഈ ആരിസ് മദനിക്ക്? 1.5 മണിക്കൂറിൻ്റെ അടുത്ത്, 1 മണിക്കൂറും 26 മിനിറ്റോളം ഉണ്ടോ എൻ്റെ ഈ ലൈവ് പരിപാടി. ഇതിന് കടന്നൂറില്ല, കുറച്ചും കൂടി പറയണ്ട. അത് തന്നെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞ് എന്തോ കേൾക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവില്ല, ആർക്കും ഒരു കാര്യം മനസ്സിലാവില്ല, ആ രീതിയിൽ നിൽക്കുകയാണ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സാധ്യമായ ഒരു കാര്യത്തെ ചെയ്യാൻ അല്ലാഹു തആല പ്രത്യേകം കഴിവ് തരാം. അതിനാ തൗഫീഖ് എന്ന് പറയുന്നത്. ഇനി ആ പറഞ്ഞുകൊണ്ടുള്ള വ്യത്യാസം ഒന്നുകൂടി പറഞ്ഞുതരാം. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചിട്ടില്ല, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കൂല എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഇടപെടൽ വന്ന് തൗഫീഖ് ഉണ്ടായാൽ സംഭവിച്ചു എന്ന് തന്നെ പറയുന്നത്. അപ്പൊ കണ്ടങ്ങള് ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഒരു സ്പെഷ്യൽ ഇടപെടൽ വന്ന് എന്താണ് അപ്പൊ ഇത് സംഭവിക്കും എന്നോട് എത്തിയോ? ഒരിക്കലും സംഭവിക്കൂല. തൗഫീഖ് കുറവുകൊണ്ട് ഒരിക്കലും സംഭവിക്കൂല. പക്ഷെ ഒരു ഇടപെടൽ വന്നാൽ അത് സംഭവിക്കും എന്നാക്കിയത്. നോക്കണങ്ങൾ ഇബ്ലീസിനെ സ്വർഗത്തിലെത്തിക്കാനുള്ള ഒരു പരിപാടി വല്ലാത്ത ജാതിയില്ലേ. മുഹാലായ പിന്നെ സാധ്യതയില്ല, സാധ്യത ഉണ്ടാവും, എല്ലാ കാര്യമുണ്ടോ ഇല്ലെന്നുള്ള ചർച്ച ചെയ്യാം. ഇത് ഇങ്ങനെ കുറെ പറയുന്നുണ്ട് അതില്. എനിക്കൊന്നും കാര്യമായിട്ടൊന്നും ഇതിന് എന്താ ഇവൻ പറയുന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവട്ടെ. ഒരിക്കൽ പറയാം എന്താണ്, തൗഫീഖ് കുറവുണ്ട് അതൊരിക്കലും സംഭവിക്കൂല, അത് ശരി തന്നെ അല്ലേ. പിന്നെ പറയാണ് തൗഫീഖ് കുറവ് ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചൂടാ ഇല്ല. ഒരു ബാഹ്യമായിട്ട് ഇടപെടൽ വന്നാല്, എന്നാലോ അങ്ങനത്തെ ബാഹ്യമായിട്ട് ഇടപെടൽ വന്നാല് അത് തൗഫീഖ് കുറവുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കാട്ടിക്കൂട്ടല്. എന്തതിനൊക്കെ നമ്മൾ പറയാം, ഓരോ ആദ്യാല്